ആഹാ, നിങ്ങളിന്ന് നേരത്തെ എത്തിയോ? അതേതായാലും നന്നായി. നമുക്കേ ഇന്ന് കൂലും കഷമായി ചിന്തിച്ചുകൊണ്ട് കിട്ടിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. ചുമ്മാതാ ഒരു റെസിപ്പി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബീട്രൂട്ട് പച്ചടി, സദ്യയിലെ കളർഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു കൂട്ടുകറിയാണല്ലോ ബീട്രൂട്ട് പച്ചടി എന്ന് പറയുന്നത്. നല്ല ഭംഗിയല്ലേ സദ്യയിൽ ഇങ്ങനെ ഓരോ കറികളിങ്ങനെ അടുക്കി വെച്ചിരിക്കുമ്പോൾ ആ ഒരു വയലറ്റ് കളറിൽ ഇങ്ങനെ ഇരിക്കുന്ന നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഏകദേശം എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാം, എങ്കിലും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർ നമുക്കിടയിലുണ്ട്. അത് നമ്മളോട് ആരും പറയത്തില്ല, അവരൊക്കെ വേഗം ചാനൽ നോക്കാനുള്ള പതിവ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ചാനലായ ഗീനാസ് വേൾഡ് എല്ലാവരും നോക്കുക. അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോയാലോ? എങ്കിലും ഒരു കാര്യം കൂടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കമൻറ്റും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ? അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനം കൂടെ നമുക്കൊന്ന് പരിചയപ്പെടണ്ടേ? അപ്പം അതും കൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തരാം കേട്ടോ. അപ്പം നമുക്ക് പോവാം. നമുക്ക് ആവശ്യമായ സാധനങ്ങളിലൊന്നാണ് ഒരു ബീട്രൂട്ടാണ് കേട്ടോ. വലിയൊരു ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ തൈര്, നല്ല കട്ടി തൈരാണ് കേട്ടോ, കുറഞ്ഞ പുളിയേ ഉള്ളൂ, നല്ലോണം പുളിയില്ല. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, ചെറിയ ജീരകം, കടുക്, നമ്മുടെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയുണ്ട്, പിന്നെ പച്ചമുളകുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ള കടുക്, കറുവേപ്പില, വറ്റൽമുളക് അഥവാ ഉണക്കമുളക്, പിന്നെ ആവശ്യത്തിന് വെള്ളം. അപ്പോൾ ഇത്രയും ഐറ്റങ്ങളാണ് നമുക്ക് ആവശ്യം. നമുക്കപ്പോൾ പാചകത്തിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക, നല്ല മൺപാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ശേഷം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ ബീട്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് ആവശ്യാനുസരണം കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇടാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് വെള്ളം, ബീട്രൂട്ടിന് കുറച്ച് വെള്ളം ഉണ്ട്, അപ്പോൾ കുറച്ചും കൂടെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായി വേവട്ടെ. 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീട്രൂട്ടിന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് നന്നായി എല്ലാം അവിടെ ഒന്ന് പിടിക്കട്ടെ. നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. വേവിച്ചെടുക്കുന്ന നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അരപ്പൊന്ന് അരച്ചെടുത്തിട്ടും വരാം കേട്ടോ. അപ്പൊ നമുക്ക് അരപ്പിന് ആവശ്യമായിട്ടുള്ള തേങ്ങ, വെളുത്തുള്ളി, കുഞ്ഞതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, അത് അരയ്ക്കുമ്പോൾ നമുക്ക് സൗകര്യത്തിനായിട്ടാണ് കേട്ടോ അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. ചെറിയ ജീരകം, കടുക്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചിട്ട് വരാം കേട്ടോ. എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിത് വെന്തോന്നൊന്ന് തുറന്ന് നോക്കാം. ഇതിന്റെ വെള്ളമൊക്കെ ജലാംശമൊക്കെ പറ്റുമോന്നൊന്ന് തുറന്ന് നോക്കാം. വറ്റാനായിട്ടോ, കുറച്ചും കൂടെ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് അടച്ചു വെക്കണം എന്നില്ല, തുറന്ന് വെച്ചോണ്ട് തന്നെ നമുക്കിത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ് കേട്ടോ ഈ ബീട്രൂട്ട് പച്ചടി. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന
വിഭവമാണ് ഈ ബീട്രൂട്ട് പച്ചടി. അതുപോലെ കുട്ടികളെയൊക്കെ കഴിപ്പിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഇതിന്റെ ഈ കളർഫുള്ളായിട്ടുള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ ചോദിച്ച് വാങ്ങി കഴിച്ചോളും. പിന്നെ അതിന്റെ രുചി നല്ല ടേസ്റ്റ് ആണല്ലോ. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നൊരു വിഭവം കൂടിയാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി. അപ്പൊ നമ്മുടെ അരപ്പ് ഞാൻ മിക്സിയിൽ നിന്ന് വേറൊരു തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് അരപ്പ് അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഉപ്പിന്റെ കുറവുണ്ടോ എന്നുള്ളതൊക്കെ ഈ സ്റ്റേജിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണേ. കുറവുണ്ടെങ്കിൽ ഇപ്പം ഇട്ട് കൊടുക്കാം. കാരണം ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓഫാക്കാം കേട്ടോ. ഗ്യാസ് ഓഫാക്കാം. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള തൈര് ഞാൻ മിക്സിയിലൊന്നും ഇട്ട് അടിച്ചിട്ടില്ല. പകരം സ്പൂൺ കൊണ്ട് തന്നെ ആ കട്ട ഒന്ന് ഉടയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മതിയാവും. ഒരു 1/4 ലിറ്റർ തൈര് ഉണ്ടാവും കേട്ടോ. ഒരു വലിയൊരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള 1/4 ലിറ്റർ തൈര്. പിന്നെ എരിവിന് എന്ന് പറയാൻ നമ്മൾ ചിലപ്പോൾ എരിവ് കൂടുതൽ കഴിക്കണവരായിരിക്കാം. അവർക്കൊക്കെ എരിവ് അവനവൻ്റെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ ആയിട്ടുണ്ട്. ഇനി അതിനെ താളിക്കാനുള്ള പരിപാടിയിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ താളിക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ. ശേഷം എന്തുവാ, നമ്മുടെ കടുക്. വേഗം ഇട്ട് കൈ മാറ്റിപ്പോണം. കൈയൊന്നും പൊളിച്ചേക്കരുത്. നല്ലൊരു ഓണമാണ് വരാൻ പോകുന്നത്. കൈയും കാലൊന്നും ആരും പൊളിക്കരുത് കേട്ടോ. അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. കൂടെ കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് ഇതിനെ മൂടി വെക്കാം. ഇപ്പൊ താളിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് നമ്മള്. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട്
നോക്കിയിട്ട് കമന്റിലൊക്കെ ഇടാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ എടുത്ത് ഞാൻ വീണ്ടും വരുന്നതാണ്. ബൈ ബൈ.